സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ ശാസ്ത്രം പിഴയ്ക്കുമ്പോൾ. എഴുതിയത് ലീല ശ്രീധരൻ. അയാൾ രണ്ടു കൈയും പുറകിൽ കെട്ടി വളരെ ഗൗരവത്തോടെ ഓരോ മുറിയിലും കയറിയിറങ്ങി. ഇടയ്ക്കിടെ തലയാട്ടുകയും ഗൗരവത്തിൽ മൂളുകയും ചെയ്യുന്നുണ്ട്. മനോഹരമായി അലങ്കരിച്ച സ്വീകരണ മുറിയിൽ നെറ്റി ചുളിച്ച് നാലു മൂലകളിലും മാറി മാറി വീക്ഷിച്ച് അപകടം മണത്തു. തലയാട്ടി. ചുവരിലുള്ള വിഖ്യാത ചിത്രകാരന്മാരുടെ അമൂർത്ത കലകളിൽ നോക്കി വിഷണ്ണനായി. ഇത്തരം ചിത്രങ്ങളിൽ ചിലത് ചിലപ്പോൾ നെഗറ്റീവ് എനർജി ഉളവാക്കാൻ കാരണമായേക്കും. സ്വയം എന്നോണം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം നേരെ കാർ പോർച്ചിലേക്കിറങ്ങി. കൈവിരലുകൾ മടക്കിയും നിവർത്തും കണക്കുകൂട്ടുന്നതിൽ വ്യാപൃതനായി. ഇവിടെ താമസം തുടങ്ങി എത്രാമത്തെ വർഷമാണ് അച്ഛൻ മരിച്ചത്? അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ വല്ലാത്ത ആകാംക്ഷയുണ്ടായിരുന്നു. 24-ാം വർഷം. മകൾ ദുഃഖത്തോടെ തുടർന്നു. അവസാന സ്റ്റേജായിരുന്നു. രോഗം തിരിച്ചറിയാൻ വൈകിപ്പോയി. കൂടുതൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മകൾ ഒരു നിമിഷം അമ്മയുടെ മുഖത്ത് നോക്കി. അമ്മ ഇപ്പോൾ കരയുമെന്ന അവസ്ഥയിലായിരുന്നു. എൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല, ക്യാൻസർ ആയിരുന്നു അല്ലേ? നെറ്റി ചുളിച്ച് കണക്കുകൂട്ടലുകൾ തുടരുന്നതിനിടയിൽ മകന്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി അന്വേഷണം തുടർന്നു. വയറ്റിലോ അതോ? മകൻ അന്ധാളിപ്പോടെ വിശ്വസിക്കാനാവാത്തതു കേട്ടാൽ എന്ന പോലെ പകച്ച് തലയാട്ടി. ഇതൊക്കെ ഇത്ര കൃത്യമായി എങ്ങനെ പറയുന്നു എന്നാവും മിസ്റ്റർ ജയൻ വിചാരിക്കുന്നത് അല്ലേ? ശാസ്ത്രം പിഴയ്ക്കില്ല. ഒരിട നിർത്തി വീണ്ടും അദ്ദേഹം തുടർന്നു. കിണർ ഒരിക്കലും ഈ സ്ഥാനത്ത് വരാൻ പാടില്ല. വടക്കു കിഴക്കാണ് കിണറിൻ്റെ സ്ഥാനം. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും ഇവിടെ വെച്ചായിരുന്നല്ലോ. ഇത്രയും വർഷങ്ങൾ പരസ്പരം ഇണയായി തുണയായി ഇവിടെ കഴിഞ്ഞ കാലങ്ങൾ. കുട്ടികളുടെ വിദ്യാഭ്യാസം, ജോലി, വിവാഹം, ഹൃദ്യമായ ഞങ്ങളുടെ കുടുംബാന്തരീക്ഷം. മോഹനിദ്രയിലെന്നോണം പറഞ്ഞുകൊണ്ടിരുന്ന അമ്മയെ മുഴുവനാക്കാൻ അനുവദിക്കാതെ അദ്ദേഹം കൈകൾ ഉയർത്തി തടഞ്ഞു. പറഞ്ഞിട്ടെന്താ, ഏറ്റവും പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടില്ലേ? അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ വിയോഗം. അതാണ് ഫലം. മരണഹേതു വരെ കൃത്യമായി പറയുന്നുണ്ട് ശാസ്ത്രം. എന്തോ ചിന്തിച്ചെടുത്ത പോലെ അദ്ദേഹം തുടർന്നു. ജയന്റെ അച്ഛൻ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു അല്ലേ? ആ സ്വാധീനം അമ്മയിലുമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ ആ അച്ഛൻ്റെ മക്കൾക്ക് ഇതെങ്ങനെ സ്വീകാര്യമാകും? അതൊന്നുമല്ല കാര്യം. പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള കരുത്തില്ലാത്തതാണ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നം. എന്തിനും ഏതിനും ഒരു കാരണം കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. അമ്മയ്ക്ക് വീണ്ടും ചില ലോക തത്വങ്ങൾ നിരത്തി ശക്തിയുക്തം എതിർക്കണമെന്നുണ്ട്. മരണം അത് പ്രപഞ്ച നിയമമല്ലേ? ഓരോ പിറവിയോടുമൊപ്പം തന്നെ അന്ത്യവും നിശ്ചയിക്കപ്പെട്ടതല്ലേ? തൻ്റെ വ്യക്തിഗത കർമ്മങ്ങളോട് ജ്യോതിർഗോളങ്ങളുടെ കിരണങ്ങൾ ശാസ്ത്രീയമായി പൊരുത്തപ്പെടുന്ന ദിവസത്തിലും സമയത്തും ആണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് എന്ന് വായിച്ചത് ഇപ്പോഴും മറന്നിട്ടില്ല. എന്നാൽ ജയന്റെയും നന്ദിനിയുടെയും പ്രത്യാശ നിറഞ്ഞ മുഖങ്ങൾ അമ്മയെ നിശബ്ദയാക്കുകയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയുമുള്ള മകന് സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെങ്കിൽ മകൾ നന്ദിനിക്ക് ദാമ്പത്യ കലഹമാണ് പരിഹരിക്കേണ്ടത്. ഏതാണ്ടൊരു വർഷമായി നന്ദിനി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലാണ് താമസം. അനുരഞ്ജനത്തിന് രണ്ടു വീട്ടുകാരും ശ്രമിച്ചെങ്കിലും ഒന്നിച്ചു കഴിയേണ്ടവർ പിണങ്ങി പിരിഞ്ഞു തന്നെ നിന്നു. നന്ദിനി ഒന്ന് കീഴടങ്ങിക്കൊടുക്കാൻ തയ്യാറായാൽ മുട്ടുമടക്കുന്ന പിണക്കമേ വിനോദിനുള്ളൂ. എന്നാൽ കീഴ്പ്പെടുത്തലിൻ്റെയും കീഴടങ്ങലിൻ്റെയും സമരസപ്പെടലിലെ ഇമ്പമാണ് ദാമ്പത്യം എന്ന് എന്തുകൊണ്ടോ നന്ദിനിയും വിനോദും മനസ്സിലാക്കാൻ തയ്യാറായില്ല. ജയന്റെയും നന്ദിനിയുടെയും നിർബന്ധത്തിനു മുമ്പിൽ അമ്മ മൗനം ദീക്ഷിക്കുകയായിരുന്നു. അങ്ങനെയാണ് നഗരത്തിലെ പേരുകേട്ട വാസ്തുവിദഗ്ധൻ വിദ്യാധരൻ സാർ വീട്ടിലെത്തുന്നത്. കണക്കുകൾ കൂട്ടിയും നിരത്തിയും മുറ്റത്തേക്കിറങ്ങിയ അവർക്കൊപ്പം അമ്മ പുറത്തേക്ക് വന്നതേയില്ല. വാസ്തുപുരുഷന് പിണക്കമുളവാക്കത്തക്ക ഒരു പ്രശ്നങ്ങളും ഭർത്താവ് നിർമ്മിച്ച തൻ്റെ വീടിന് ഇല്ലെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. തൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങൾ മാത്രമേ അതിന് തെളിവായി നിരത്താനുള്ളൂ. എങ്കിലും മണിക്കൂറുകൾ നീണ്ട നിരീക്ഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും ശേഷം അവർ വീണ്ടും സ്വീകരണമുറിയിലെത്തി. തുറന്നുകിടക്കുന്ന വടക്കേ വാതിലിൽ കൂടി പുറത്തുനിന്ന് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു.
പകുത്തു തെറുത്തുവച്ച ജനൽ കേട്ടന്റെ വിടവിലൂടെ ഊൺമുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന കോട്ടിയാടിലെ പച്ചപ്പാർന്ന പുൽത്തകിടി മനോഹരമായ എണ്ണച്ചായാ ചിത്രത്തെ ഓർമ്മിപ്പിച്ചു. ഏതു ചിത്രകാരനും അസൂയെ ഉളവാക്കുന്ന പ്രകൃതിയുടെ ക്യാൻവാസ് എന്നാണ് ഭർത്താവ് വിശേഷിപ്പിക്കാറുള്ളത്. പുറത്തേക്കുള്ള വാതിൽ, ഗേറ്റിന്റെ സ്ഥാനം, രക്ഷയില്ല. അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് ജയനും നന്ദിനിയും ധാരാളം കാര്യങ്ങൾ വായിച്ചെടുത്ത ഭാവമുണ്ട്. ഇതിനൊക്കെ ഉപരിയായി ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഉലച്ചിൽ, വേർപിരിയൽ, അതും സംഭവ്യമാണ്. പ്രശ്നം കണ്ടുപിടിച്ചതിലുള്ള ആശ്വാസം ഇപ്പോൾ മക്കളുടെ മുഖത്ത് തെളിഞ്ഞു കാണാം. സാമ്പത്തികം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ? 1 കിട്ടിയാൽ 10, 10 ആയാൽ 100, അങ്ങനെ വരവും ചെലവും സമാന്തരമായി കൂട്ടിമുട്ടാതെ ഓടുകയാണ്. മക്കൾ പരസ്പരം നോക്കി നിശബ്ദരായി. ഒടുവിൽ പരിഹാരത്തിനായി കേഴുന്ന മിഴികൾ യാചനയോടെ അദ്ദേഹത്തിൽ അർപ്പിച്ചു. തെക്കോട്ട് താഴ്ച വരാൻ പാടില്ല. ഐശ്വര്യം ഒഴുകി പോകുമെന്നാണ് ശാസ്ത്രം. അവിടെ ഒന്ന് സിമന്റിട്ട് പൊക്കിക്കെട്ടിയാൽ തന്നെ നിൽക്കക്കള്ളി ഉണ്ടാവും. വ്യത്യാസം ശരിക്കും ബോധ്യപ്പെടും. മഴക്കാലത്ത് മുറ്റത്തെ വെള്ളം പുറത്ത് ഓടയിലേക്ക് ഒഴുകിപ്പോകാനുള്ള താഴ്ചയാണ് അത്. ഈ വീട് നിർമ്മിച്ചപ്പോൾ തുടങ്ങി അതവിടെയുണ്ട്. അവിടമുയർത്തിയാൽ, മകൻ സംശയം പ്രകടിപ്പിച്ചു. വെള്ളം എങ്ങനെ പുറത്തു പോകും? എന്തിനാ പരിഹാരമില്ലാത്തത്? നമ്മൾ ചിന്തിക്കണമെന്നു മാത്രം. ജയൻ ചിന്തിക്കൂ, വിദ്യാധരൻ സർ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അമ്മ ചിന്തിച്ചു. ജീവിതമായാൽ കഷ്ടനഷ്ടങ്ങളും സുഖദുഃഖങ്ങളും ഉണ്ടാകുമെന്നത് ലോക സ്വഭാവമാണ്. വാസ്തുവിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ദോഷങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാവുമെങ്കിൽ ലോകത്ത് ഇവ രണ്ടും ഉണ്ടാകില്ലല്ലോ. ഒരു കയറ്റമെങ്കിൽ തീർച്ചയായും ഇറക്കവുമുണ്ട്. അത് പ്രകൃതി നിയമം. ഇവയൊന്നും തൻ്റെ അഭിപ്രായമായി പുറത്തു വരാതെ അമ്മ ശ്രമപ്പെട്ടടക്കി. ജീവിച്ചു തീർന്ന തന്നേക്കാൾ ജീവിതം കരുപ്പിടിപ്പിച്ചു തുടങ്ങിയ മക്കളുടെ തീരുമാനങ്ങൾ നടക്കട്ടെ. ഇതിനിടയിൽ വീടിന് പ്രൗഢിയും സൗന്ദര്യവും നൽകിയിരുന്ന പല കെട്ടുകളും മട്ടുകളും നിലംപതിച്ചു. പുതിയവ രൂപം കൊണ്ടു. കെട്ടിലും മട്ടിലും ശാലീനത നിറഞ്ഞു നിന്നിരുന്ന ജീവസാർന്ന വീട് ഏച്ചുകെട്ടലുകൾ നിറഞ്ഞ് കൃത്രിമത്വം ഭാവഹാവാദികളുമായി നിലകൊണ്ടു. ദോഷങ്ങൾ പരിഹരിക്കാനുള്ള അഴിച്ചുപണിയിൽ നിർദ്ദേശങ്ങൾ നൽകാൻ എത്തിക്കൊണ്ടിരുന്ന വിദ്യാധരൻ സാർ വന്നിട്ടിപ്പോൾ കുറച്ചേറെ ദിവസങ്ങളായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശം കഴിഞ്ഞ മാസമായിരുന്നല്ലോ. അതു കഴിഞ്ഞാൽ തിരക്ക് കുറയും എന്നല്ലേ പറഞ്ഞിരുന്നത്? മകൾ തന്റെ സംശയം പ്രകടിപ്പിച്ചു. പുതിയ വല്ല ജോലിയും ഏറ്റെടുത്തിട്ടുണ്ടാകും. അതായിരിക്കും വരാത്തത്. ഇവരൊക്കെ ഇങ്ങനെയാണ്. ഒരേ സമയം പലയിടത്തും ജോലികൾ ഏറ്റെടുക്കും. തുടങ്ങിവച്ചാൽ പിന്നെ മറ്റാരും അതിൽ കൈവയ്ക്കില്ലല്ലോ. ജയന്റെ സ്വരത്തിൽ മടുപ്പും അമർഷവും നിറഞ്ഞിരുന്നു. എന്തായാലും ഈ പണികളൊക്കെ തീരുമ്പോഴേക്ക് വരുമായിരിക്കും. അഴിച്ചുമാറ്റി വച്ചിരുന്ന ഗേറ്റിനടിയിൽ കോൺക്രീറ്റ് ഇട്ട് ഉയർത്തുന്ന ജോലിക്കാരെ നോക്കി നന്ദിനി ആത്മഗതമെന്നോണം പറഞ്ഞു. ഫോണടിക്കുന്ന ശബ്ദം കേട്ടാണ് അമ്മ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നത്. ഫോണിൽ വിദ്യാധരൻ സാറാണ്. ശബ്ദത്തിന് വല്ലാത്ത ഇടർച്ച. പതിവ് പോലെയുള്ള താല്പര്യമൊന്നും സംസാരത്തിലില്ല. എന്തു പറ്റി സാറേ? കുറച്ചു ദിവസമായല്ലോ ഇങ്ങോട്ട് വന്നിട്ട്. അല്പസമയത്തെ മൗനത്തിനു ശേഷം അദ്ദേഹം തുടർന്നു. എനിക്ക് പെട്ടെന്ന് വരാൻ കഴിയില്ല. ഭാര്യയ്ക്ക് നല്ല സുഖമില്ല. കുറച്ചു ദിവസങ്ങളായി ഹോസ്പിറ്റലിലാണ്. അയ്യോ, എന്തു പറ്റി? അമ്മ ആകാംക്ഷയോടെ ചോദിച്ചു. സ്കാനിങ്ങിൽ മാലിഗ്നൻസി സംശയിക്കുന്നു. കൂടുതൽ ക്യാൻസർ ടെസ്റ്റുകൾ നടക്കുകയാണ്. തുടരാനാവാതെ അദ്ദേഹം ഫോൺ വെച്ചു. വീട്ടിനുള്ളിലെ സ്വസ്ഥതയും സമ്പത്തും ഒഴുകിപ്പോകാതിരിക്കാൻ തടയണ കെട്ടുന്നത് കണ്ട് ആശ്വസിച്ചു നിൽക്കുന്ന മക്കളെ നോക്കി അമ്മ അകത്തേക്കു നടന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.